നെയ്യാറ്റിൻകരയിൽ സമാധിയായെന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമി ആരെന്നറിയാനുള്ള ജിജ്ഞാസയിലാണ് കേരളക്കര. ഗോപൻ സ്വാമിയും ഗോപൻ സ്വാമിയുടെ ജീവിതവുമാണ് വാർത്തകളിലൊക്കെയും മുൻനിരയിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് വാർത്തകളിൽ നിറയുന്നത്. അതിയന്നൂർ കാവുവിളാക്കത്ത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസിയും ബന്ധുക്കളിൽ ചിലരും രംഗത്ത് വന്നതോടെ സമാധി വിഷയം വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു. ഇതോടെ വീടിന് മുന്നിൽ സമാധി ഇരുത്തിയെന്ന് മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ചു പരിശോധിക്കാൻ അധികൃതരെത്തി. എന്നാൽ അതിന് എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ സംഭവം കൂടുതൽ ചർച്ചകളിലേക്ക് എത്തിയപ്പോൾ കേരളത്തിന് പുറത്തേക്കും ഗോപൻ സ്വാമിയും സമാധിയും കത്തിക്കയറുകയാണ്. മണിയൻ എന്ന ഗോപൻ സ്വാമി ജീവിതം ആരംഭിക്കുന്നത് നെയ്ത്ത് തൊഴിലാളിയായിട്ടായിരുന്നു. പിന്നീട് ചുമട്ടു തൊഴിലാളിയായി. ഗോപൻ സ്വാമി ആകുന്നതിന് മുൻപുള്ള പേരായിരുന്നു മണിയൻ. ആത്മീയതയിലേക്കുള്ള വഴിത്തിരിവിലാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ ആരംഭിക്കുന്നത്. നെയ്ത്ത് തൊഴിൽ ചെയ്തിരുന്ന സമയത്ത് താമസിച്ചിരുന്നത് പ്ലാവിളയിലായിരുന്നു. ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. 20 വർഷത്തിന് മുൻപാണ് കാവുവിളയിൽ താമസമാക്കിയത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവൻ ക്ഷേത്രം നിർമ്മിച്ച് ആത്മീയ ജീവിതം ആരംഭിച്ചു. അർദ്ധരാത്രിയിൽ ആഭിചാര കർമ്മങ്ങളടക്കം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തായി 5 വർഷം മുമ്പ് സമാധി പീഠവും ഒരുക്കിയിരുന്നുവെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു. പിന്നെയുള്ള 2 ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ പൂജകളിൽ അച്ഛനൊപ്പം തന്നെയുണ്ടായിരുന്നു. രക്താതി സമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗോപൻ സ്വാമി. സമാധിയാകുന്നതിന് 3 ദിവസം മുൻപ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ പറഞ്ഞത്. ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30-ഓടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറയുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ജനുവരി 9-ന് ഗോപൻ സ്വാമി മരിച്ച ശേഷം മകൻ ഒരു പ്രസ്സിൽ നിന്നും സമാധിയായതായുള്ള പോസ്റ്റർ പ്രിന്റ് ചെയ്തുവെന്നാണ് മൊഴി. ഈ പോസ്റ്റർ പതിച്ചപ്പോഴാണ് മരണവിവരം അയൽവാസികൾ പോലും അറിയുന്നത്. നിലവിൽ നെയ്യാറ്റിൻകര ആറാലമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതി ഉള്ളതിനാലാണ് പോലീസ് കല്ലറ പൊളിക്കാൻ തന്നെ നീക്കങ്ങൾ നടത്തുന്നത്. ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ അവകാശവാദങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമോ എന്നും വൈകാതെ അറിയാം.